ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൊണ്ട് തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കണം കേട്ടോ. എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. വളരെ നല്ല കുറച്ച് ടിപ്സുകളാണ് ഈ ചാനലിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോ കുറച്ച് നല്ല ടിപ്സുകൾ തന്നെയാണ്. അപ്പോൾ അതാ നല്ല നാടൻ ചിക്കൻ കറിക്ക് പറ്റുന്ന ഒരു മസാല നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഈ റെസിപ്പി ഞാൻ ഇടുക്കി റെസിപ്പീസിൽ ഇടുന്നതായിരിക്കും. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കാണാട്ടോ. അതിലൂടെ എല്ലാ വ്യാഴാഴ്ചകളിലും ഇടുക്കി റെസിപ്പീസിൽ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ നമ്മളുടെ മസാല ഇവിടെ റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലിയും നമ്മളുടെ സാധാരണ വറ്റൽമുളകുണ്ടല്ലോ, വറ്റൽമുളകുമാണ് കേട്ടോ. വത്തൽമുളക് എന്നാണ് ഞങ്ങൾ ഇതിന് പറയുന്നത്. അപ്പം കാശ്മീരി ചില്ലി കുറച്ച് കൂടുതൽ എടുക്കുക, ഒരു 10 എണ്ണം എടുക്കുക. വറ്റൽമുളക് കുറച്ചാലും മതിയാവും കേട്ടോ. എരിവ് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ നമുക്ക് 2 ടീസ്പൂൺ നമ്മളുടെ പെരിഞ്ജീരകമാണ് ഇനി ഒന്ന് ചൂടാക്കി എടുക്കേണ്ടത്. പെരിഞ്ജീരകം നല്ലൊരു ടേസ്റ്റ് നൽകും നമ്മളുടെ ചിക്കൻ കറിക്ക്. അപ്പം 2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഞാനിവിടെ വറുത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കൂടെ ചേർക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കുരുമുളകാണ്. കുരുമുളക് 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മക്കൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് കുറച്ച് ബാലൻസ് ചെയ്താണ് കേട്ടോ എരിവ് ചേർക്കുന്നത്. അപ്പോൾ എരിവ് പക്ഷേ ഈ മസാല കൂട്ടി ഉണ്ടാക്കി നോക്കിയോളൂ, വളരെ നല്ലതാണ്. അപ്പോൾ അതാ നമ്മുടെ കുരുമുളകും വന്നു. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറുവപ്പട്ടയാണ് കേട്ടോ. ചെറിയ 3 കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുത് മതി, ഒത്തിരി വലുത് ചേർത്ത് കൊടുത്താൽ ചെറിയ 3 കഷ്ണം മതി കേട്ടോ. വലുതാണെങ്കിൽ കുറച്ച് ചുവ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രാമ്പുവാണ്. 4 ചെറിയ കഷ്ണം ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഗ്രാമ്പു ആയതുകൊണ്ട് ഞാനിവിടെ 5 എണ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ. 4 വലുതൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണം 4 എണ്ണം ഒക്കെ മതിയാകും. ഇനി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. കണ്ടത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ആ പെരിഞ്ജീരകത്തിൻ്റെ നിറം മാറുന്നതാണ് നമ്മളുടെ മസാല മൂത്തെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതാ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. ഫൈൻ പൗഡറായിട്ട് പൊടിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിനകത്ത് മല്ലി ചേർത്തിട്ടില്ല. മല്ലി മുഴുവനായിട്ടുള്ള മല്ലി എൻ്റെ അടുത്തില്ലായിരുന്നു, അതുകൊണ്ട് മല്ലി ചേർത്തിട്ടില്ല. മല്ലി ഞാൻ പൊടിയായിട്ടാണ് ചേർക്കുന്നത്. അപ്പം വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. ഇടുക്കി റെസിപ്പീസിൽ ഇടുന്നതായിരിക്കും ഇതിൻ്റെ ഫുൾ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ടിപ്സ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു മസാലയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ലതാണ്. നമ്മുടെ ചിക്കൻ കറി വേറൊരു ലെവലിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് പച്ചക്കപ്പ ഉണ്ടല്ലോ, നമ്മളൊക്കെ വാങ്ങിക്കാറുണ്ടല്ലേ പച്ചക്കപ്പ. കുറച്ച് കഴിയുമ്പോഴത്തേനും അത് കറുത്ത് പോകും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടുകളിലൊക്കെ ഉള്ളവർക്കറിയാം, ദൂരെയൊക്കെ താമസിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ വാങ്ങിച്ചാൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനേ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ എടുക്കുമ്പോൾ അത് വളരെ മോശമായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അത് കളയേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്സാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ളൊരു പാത്രത്തിലേക്ക് അങ്ങ് മുറിച്ചിട്ട് കൊടുക്കുക. നല്ല വലുപ്പമുള്ളൊരു പാത്രം എടുക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പച്ചക്കപ്പ സ്റ്റോർ ചെയ്യാനുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ നമ്മളുടെ മണ്ണിലൊക്കെ കുഴിച്ചിട്ടാൽ നല്ല രീതിയിൽ വൃത്തിയായിട്ടിരുന്നോളൂ, എത്ര ദിവസം വേണമെങ്കിൽ. പക്ഷേ അതിൻ്റെ ആ ഒരു കപ്പയുടെ ആ ഒരു മുട്ടിയുണ്ടല്ലോ, മുട്ടി എന്നാണ് നാട്ടിലതിന് പറയണത്. അപ്പോൾ ആ ഭാഗം വെട്ടി കളയാതിരിക്കണം കേട്ടോ. അതിന് ശേഷമാണ് മണ്ണിൽ കുഴിച്ചിടേണ്ടത്. അപ്പോൾ നല്ല രീതിയിലത് ഫ്രഷായിട്ട് എത്ര ദിവസം വേണമെങ്കിൽ ഇരുന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്സാണിത്. നമ്മൾ ഇതുപോലെ മുറിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ 2-3 ദിവസം കഴിഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അല്ല നമ്മൾ പിറ്റേ ദിവസം ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ ഇതുപോലെ ഇട്ട് വെച്ചാൽ മതിയാകും. നിങ്ങൾ കപ്പയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നെകപ്പ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വളരെ നല്ലൊരു യൂസ്ഫുള്ളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കേടാവാതെ കപ്പ കറുത്തു പോവാതെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പയായിട്ട് എത്ര ദിവസം വേണമെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കണ്ടോ ഇതുപോലെ. പക്ഷെ നെകപ്പ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അത് മറക്കരുത്. അതുകൊണ്ട് ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാട്ടോ. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് കുറച്ച് കയ്പുള്ള കപ്പയായിരിക്കും അല്ലേ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ കപ്പ കളയേണ്ടതായിട്ട് വരും. എനിക്കും അങ്ങനെ വന്നിട്ടുണ്ട്. ചെറിയ കയ്പാണെങ്കിൽ പോലും നമുക്കത് കഴിക്കാനായിട്ടൊരു സുഖമില്ല. അത് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്സാണ്. നമ്മൾ കപ്പ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് കൊത്തിയതിന് ശേഷം
1-2 വെള്ളം ഒന്ന് തിളപ്പിച്ച് ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിനകത്ത് ഇട്ടിട്ട് വെള്ളവും കൂടി ഒഴിച്ച് വെക്കാം. നമുക്ക് പിറ്റേ ദിവസം എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. ഒട്ടും കയ്പ്പ് കാണില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വെള്ളത്തിലിട്ട് സൂക്ഷിച്ചാലാണ് അതിൻ്റെ കയ്പ്പ് നന്നായിട്ട് പോവത്തുള്ളൂ. ചില കപ്പകൾ അറിയാമല്ലോ, 1-2 വട്ടം ഒന്നും തിളപ്പിച്ച് കഴിഞ്ഞാലൊന്നും അതിൻ്റെ ഒരു കയ്പ്പ് മാറാറില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. കപ്പ കളയാതെ തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലിടുക, വെള്ളം ഒഴിച്ച് സൂക്ഷിക്കുക. അതിനുശേഷം പിറ്റേ ദിവസം എടുക്കുമ്പോൾ അതിൻ്റെ കട്ടൊക്കെ പോകും കേട്ടോ. നല്ലൊരു കപ്പയായിട്ട് തന്നെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോവാം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സ് തന്നെയാണ്. ഞാനിവിടെ നമ്മളുടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് സോസ് പാനിൽ. അപ്പോൾ നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ്, നമ്മളുടെ ശരീരത്തിന് നല്ലതാണ്, നമ്മളുടെ രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ് ഈ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ. അതൊരു ചായയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞാനതിനകത്തേക്ക് 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്ക നല്ല ഫ്രഷ് ആയിട്ടുള്ള ഏലക്ക എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ കിട്ടുന്നതൊക്കെ മായമാണെന്നൊക്കെ പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ നല്ല വീട്ടിലുണ്ടായതാണ് കേട്ടോ കറിവേപ്പില. നല്ലൊരു തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഏലക്കയും കറിവേപ്പിലയും കൂടെ നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനകത്തേക്ക് നമുക്കപ്പം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇത് വളരെ നല്ലതാണ്. ദിവസത്തിൽ 2 നേരം ഉണ്ടാക്കി കുടിക്കുക. നല്ലതാണ് കേട്ടോ. നമ്മളുടെ ദഹന പ്രക്രിയയൊക്കെ നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ മുടികൾക്കും അതുപോലെ നമ്മളുടെ ശരീരത്തിനുമൊക്കെ നല്ലതാണ്. അപ്പം നമ്മളുടെ ഈ ഒരു കറിവേപ്പില ചായയെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. തിളച്ച് വന്നിരിക്കുന്ന നമ്മുടെ വെള്ളത്തിലേക്കാണ് ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചു. ഇനി നമ്മളുടെ ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. അങ്ങനെ നമ്മളുടെ കറിവേപ്പില ചായ വളരെ നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് നമ്മളുടെ ചായക്ക്, പക്ഷേ നമ്മളുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് കുടിക്കാറുണ്ട്. നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഞ്ചസാര ഇടാം, ഇഷ്ടമില്ലെങ്കിൽ പഞ്ചസാര ഇടാതെയും കുടിക്കാം. അപ്പം ഞാനിവിടെ പഞ്ചസാര ഇട്ടാണ് കുടിക്കാറുള്ളത്. അപ്പോൾ വളരെ നല്ലൊരു ചായയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുക. മറ്റൊരു നല്ല വീഡിയോയുമായി നല്ലൊരു ടിപ്സുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.